നമസ്കാരം. ഹെഡ്ലൈൻ ടി വി അവതരിപ്പിക്കുന്ന നേർക്കാഴ്ചയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നേർക്കാഴ്ച എത്തി നിൽക്കുന്നത് നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ അമ്മയും മകനും അടങ്ങുന്ന ഒരു കുടുംബമുണ്ട്. ഇവരെ സഹായിക്കുവാനായി ആരുമില്ല. അമ്മയ്ക്ക് അത്താണിയാകേണ്ട മകൻ ഇന്ന് കിടപ്പ് രോഗിയാണ്. കുടൽ ചുരുക്കം അസുഖം ബാധിച്ച് ഇന്നിപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനായിരുന്നു ശരത്ത്. നിത്യവൃത്തിക്ക് കഴിവില്ല എന്ന് മാത്രമല്ല, ഗുളിക വാങ്ങണമെങ്കിൽ, മരുന്ന് വാങ്ങണമെങ്കിൽ ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 30,000 രൂപയോളം ചിലവ് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ശരത്ത് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് വരെ 12 വർഷത്തിന് മുമ്പ് വരെ ഓടിച്ചാടി കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, അതിനുമപ്പുറം ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു. അമ്മയെ സഹായിക്കുന്നതിന് കൂടി ഉള്ള ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് ഈ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞതും? 2010 വയറുവേദന വന്നതാണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പം +2 പഠിച്ച് പരീക്ഷ എഴുതി. അത് തൊട്ട് ആശുപത്രിയിലാണ് ഞാൻ. മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. കുടൽ ചുരുങ്ങുന്ന അസുഖം, ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖമാണ്. അപ്പോൾ അത് അന്നോട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർ ചികിത്സ വേണ്ടതാണ്. തുടർ ചികിത്സ വേണ്ടതും പലതവണ ആശുപത്രിയിലായതുമാണ്. 2020 മാർച്ചിലായപ്പം അസുഖം കൂടുകയും, അപ്പോൾ ലോക്ക്ഡൗൺ ആയ സമയത്തോണം. പിന്നെ ആശുപത്രിയിൽ ഏപ്രിൽ മെയ്യിൽ അഡ്മിറ്റായി വീണ്ടും ചികിത്സ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് ഈ ഫിസ്റ്റുല പോലെ വന്ന് മൂത്രസഞ്ചിയിലോട്ടും പ്രോസ്റ്റേറ്റിലോട്ടും ഒക്കെ വന്ന് ഇൻഫെക്ഷൻ ആവും എന്നും കൂടെ കണ്ടുപിടിച്ചത്. പിന്നെ അങ്ങനെ അപ്പോഴോട്ട് പിന്നെ ഇൻഫെക്ഷനുള്ള ചികിത്സയായിരുന്നു. അപ്പോൾ തൽക്കാലം ഇൻഫെക്ഷൻ കുറച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ബാഗിട്ടപ്പോൾ ഇത് ഇൻഫെക്ഷൻ കുറയുന്നതായിരുന്നു. അപ്പോൾ ക്രോൺസ് ഡിസീസ് ഉള്ളതുകൊണ്ട് കുടലിങ്ങനെ മുറിച്ചിടാൻ ബാഗിട്ടാൽ വീണ്ടും ചുരുങ്ങുകയും പഴുപ്പുണ്ടാവുകയെന്ന് പറഞ്ഞു. സർജിക്കൽ ഗ്യാസ്ട്രോ അങ്ങനെ പറഞ്ഞ് എങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഡാലിമൂവാബ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരു ഇഞ്ചക്ഷന് പുറത്ത് ഏതാണ്ട് 24,000 വില, 24,200 അതിൻ്റെ പുറത്തെ വില. നമുക്ക് കാരുണ്യ ലാബിൽ നിന്ന് അന്ന് 7,500 രൂപ കിട്ടും. അപ്പോൾ 15 ദിവസം ഇടവിട്ട് ഈ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഏതാണ്ട് ഒരു വർഷവും 8 മാസം, ഈ വർഷം ആഗസ്റ്റ് വരെ ഞാൻ എടുത്തു. അപ്പോൾ എടുത്തപ്പോൾ വീണ്ടും ഇൻഫെക്ഷനും പ്രശ്നങ്ങളും കൂടുതലായതുകൊണ്ട് പിന്നെ മേഡം നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വന്ന് പ്രോസ്റ്റേജ് വീക്കം, അത് ഇൻഫെക്ഷൻ ആയുള്ള മൂത്രരസവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് മൂത്രസഞ്ചിയിലോട്ട് കുടലിനുള്ള വേസ്റ്റ് വന്ന് വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ഇനി ചികിത്സയ്ക്കായിട്ട് എത്ര രൂപയാണ് ചിലവാകുന്നത്? ഇപ്പോൾ ഒരു വർഷം എനിക്ക് ഒരു മാസം 15,000 രൂപ ഈ ഇഞ്ചക്ഷന് വേണ്ടി മാത്രമാവും. ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞതുകൊണ്ടും ഇൻഫെക്ഷനായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. വെയിറ്റ് കൂടാൻ വേണ്ടി സ്റ്റിറോയിഡൊക്കെ തന്നിട്ടുണ്ട് മാഡം. ഇതിപ്പോൾ ഈ ഡാലിമൂവാബ് നിർത്തിയിട്ട് വേറെ ഒരു മരുന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എത്രയാവുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഓപ്പറേഷൻ്റെ കേസ് പറഞ്ഞല്ലോ. അത് യൂറോളജിയാണ് ഈ ഓപ്പറേഷൻ പറഞ്ഞത്. ആ സതീഷ് സാറ് പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ വേണമെന്നും അത് ഇങ്ങനെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുള്ള ഒരു ആശുപത്രി പോകണമെന്നും പറഞ്ഞത്. എത്ര രൂപയാണ് അത് പ്രതീക്ഷിക്കുന്നത്? ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ കൊണ്ട് ശരിയായില്ലെന്നും വരും എന്നാണ് സാറ് പറഞ്ഞത്. എത്ര രൂപ ചിലവാകുമെന്നാണ് അവർ പറയുന്നത്? സാറ് 10 ലക്ഷം രൂപയെങ്കിലും. ശരത്തിൻ്റെ അവസ്ഥ കണ്ട് ശരത്തിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ഫേസ്ബുക്കിൽ ശരത്തിന് ഒരു 27,500 രൂപ അക്കൗണ്ടിൽ വരികയും ചെയ്തു. എന്നാൽ ശരത്തിന് സാമ്പത്തികമായി പിന്നോക്കത്തിലാണ്. ശരത്ത് പ്രായം ചെന്ന അമ്മയും ശരത്തിൻ്റെ കൊച്ചിലെ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയ ആ ശരത്തിന് ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് ചികിത്സ. കുടൽ ചുരുങ്ങുന്ന അസുഖമാണ് ശരത്തിന്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം ശരത്തിന് ഈ അസുഖം ഭേദമാകണമെങ്കിൽ 10 ലക്ഷം രൂപയോളം ചിലവ് വരും. താങ്ങാനാകാത്ത ബാധ്യതയാണ് ശരത്തിന്. ഈ അസുഖം മാസം തോറും ഗുളിക വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ശരത്ത്
പെട്രോൾ പമ്പിൽ ജോലിക്ക് പോയും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് മാസം തോറും ഇഞ്ചക്ഷന് വേണ്ടി 24,000 രൂപയോളം ആവും. ഒരു കുടുംബമെന്ന് പറയുമ്പോൾ മകനും അമ്മയും മാത്രമുള്ള ഒരു കുടുംബം. അമ്മയ്ക്ക് തണലാകേണ്ട മകൻ ഇന്നിപ്പോൾ ഒരു കിടപ്പ് രോഗിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതി. ഇതിൽ നിന്ന് എങ്ങനെ കരകയറി വരാം? അതിന് ഇനി ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയൊരു തുക കണ്ടെത്തി ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും ഒരു ശക്തിമാനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നമുക്ക് ശരത്തിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ജനങ്ങളും പ്രതീക്ഷ. എത്ര നാളായിട്ട് ഇങ്ങനെ ശരത്തിന് ഇങ്ങനെ ഒരു അസുഖം? 11-12 വർഷമായി. ഞാൻ ഇതുവരെ വെളിപ്പെടുത്തില്ല. ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ എൻ്റെ സഹോദരങ്ങളെല്ലാം അവർ നോക്കി. ഇത്രയും നാൾ യഥാർത്ഥത്തിൽ പുറത്താരോടും പറയണ്ട, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം, ചികിത്സയൊക്കെ നടത്തിക്കോളാം. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഔദാര്യം പറ്റില്ല എന്നുള്ള സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്ന് ചികിത്സിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിലേക്ക് തിരികെ ഒന്ന് കരപിടിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യകതയിലെത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ അടുത്തേക്ക്. ഇപ്പോൾ 10-12 വർഷത്തോളമായി ഈ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ശരത്ത് എന്ന് പറഞ്ഞ ഈ കുട്ടി ചികിത്സയിലാണ്. അപ്പോൾ ഇത്രയും കാലവും രക്ഷകർത്താക്കൾ അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ചെയ്തു ഇതുവരെ കൊണ്ടെത്തിച്ചു. ഇനി അവരെ കൊണ്ട് കഴിയില്ല. കുടൽ ചുരുങ്ങുന്ന ഒരു രോഗമാണ്. എന്തായാലും നമ്മൾ ഒരു 10-12 ലക്ഷം രൂപയോളം ഇതിന് ഇനി ചിലവായിട്ട് വേണ്ടി വരും. അതനുസരിച്ച് നമ്മൾ ഒരാളോ 2 പേരെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ഇത് കുറച്ച് പേര് വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാ സുമനസ്സുകളും ഇതിനു വേണ്ടി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള എല്ലാ ചിലവുകളും നമുക്ക് ഏത് രീതിയിലെങ്കിലും ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് പൈസ കണ്ടെത്തണം. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും, എല്ലാവരും, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതോട് സഹകരിക്കണമെന്ന് മാത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം വിശ്വാസയോഗ്യമായതുകൊണ്ട് തന്നെയാണ് കേരളീയൻ TV ഇത്തരത്തിലൊരു വാർത്ത ചെയ്യാനുള്ള കാരണം. നമുക്കറിയാം, 28 നിന്ന് 29 വയസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ശരത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നത്. നാട്ടുകാരോട് കാശ് ചോദിക്കാൻ മടിയാണ് ഇപ്പോഴും. കഴിഞ്ഞ നാളുകളിൽ മുണ്ടിറക്കി ഉടുത്ത് പെട്രോൾ പമ്പിൽ ഈ സുഖമില്ലാതിരുന്നിട്ടും പണിക്ക് പോയി ഗുളികയും മരുന്നും ഇഞ്ചക്ഷനുമൊക്കെയുള്ള പണം സമ്പാദിക്കുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ മരുന്നിന് ഒത്തിരി വിലയാണ്. ഇങ്ങനെ ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ പരുത്തിക്കുഴി മണികണ്ഠനാണ്. എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള ഓരോരുത്തരും ശരത്തിൻ്റെ നമ്പർ ഞങ്ങൾ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ആയിട്ടോ അക്കൗണ്ടിലേക്കോ നിങ്ങൾക്ക് പണം സഹായിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ യുവാവിനെ കൈപിടിച്ചുയർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ് എന്നുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ശരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും. ഈ വരുന്ന അടുത്ത മാസം ചികിത്സയ്ക്ക് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചികിത്സയ്ക്കുള്ള സഹായം നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.